ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നൊരു നെക്ലസ്സാണ് കാണിക്കുന്നത്. സിമ്പിൾ നെക്ലസ്സാണ്, പാർട്ടി വെയറാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണിത്. ഇതിന് വേണ്ടത് ആദ്യം കട്ട് ബീഡ്സ്, ഷുഗർ ബീഡും എടുക്കാം. കട്ട് ബീഡ്സ് കുറച്ച് വലുതാണ്, നമുക്കിഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ഈ ടൈപ്പ് വീഡിയോ തന്നെ ഞാൻ വേറെ ബീഡ്സ് വെച്ച് ചെയ്യണത് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം ഫിഷ് ത്രെഡ് എടുത്ത് സൂചിയിൽ കോർത്തെടുത്തിട്ട് കെട്ടിട്ടിട്ടുണ്ട്. ആദ്യം ഒരു ബീഡ് ഇടുക, പിന്നെ കട്ട് ബീഡ്സ് ഇടുക, വീണ്ടും ഇടുക, അങ്ങനെ 4 എണ്ണം ഇടുക. അതാ ആദ്യത്തെ എല്ലാതിൻ്റെയും ഉള്ളിലൂടെ അവിടെ കെട്ടിടുക. ആദ്യത്തിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് കെട്ടിട്ടിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓരോ ബീഡ്സ് വിട്ടിട്ട് വേണം, വെറും കട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം ത്രെഡ് കയറ്റി കൊടുന്ന് നല്ല മുറുക്കിയിട്ട് ഒന്നും കൂടെ കെട്ടിടുക. ഫസ്റ്റത്തെ അഴിഞ്ഞ് പോരാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് ലൈറ്റർ വെച്ച് അത് ഉരുക്കി കൊടുക്കാം. അവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി വരുന്ന ഭാഗം അവിടെ ഉരുക്കി ഒട്ടിച്ച് വെച്ചാൽ മതി, പിന്നെ അഴിഞ്ഞ് പോരില്ല. ആ ബീഡ് ഒഴിവാക്കിയിട്ട് വെറും കട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം നൂല് കയറ്റി വലിക്കുക, ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നടുവിലെത്തുമ്പോൾ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുകയാണ്. ഫുൾ റൗണ്ട് ചെയ്ത് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ കൊടുന്ന് നടുവിലെത്തുമ്പോൾ നിർത്തുക. വീണ്ടും ആദ്യം ക്രിസ്റ്റൽ, പിന്നെ ബീഡ് ചെയ്ത് കട്ട് ബീഡ്സ് ഇടുക, പിന്നെ ബീഡ്സ് ഇടുക, വീണ്ടും കട്ട് ബീഡ്സ്, അങ്ങനെ 4 പ്രാവശ്യം കട്ട് ബീഡ്സ് ഇട്ട് ആദ്യം കോർത്ത് സെൻറ്ററിൽ അതിൻ്റെ ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ കട്ട് ബീഡ്സ് കൂടി കയറ്റുക. ഫുൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരിക. സെൻറ്ററിൽ എത്തുമ്പോൾ വീണ്ടും പുറത്തേക്ക് നൂലെടുത്ത് വീണ്ടും കട്ട് ബീഡ്സ് കട്ട് ബീഡ്സ് അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓരോന്നിൻ്റെ കട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം ത്രെഡ് എടുക്കുക, മറ്റേ ബീഡ്സിൻ്റെ ഉള്ളിൽ ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. എന്നാലും അങ്ങനെ ആ രൂപത്തിൽ ഷേപ്പിൽ ഇത് നിൽക്കുള്ളൂ. പിന്നെ ആ ബീഡ്സുകൾ ഒഴിവാക്കണം. എന്നിട്ട് റൗണ്ട് ചുറ്റി വരിക, അപ്പോൾ ആ ഷേപ്പിൽ കിട്ടും. ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട അളവിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അവിടെ കെട്ടിട്ട് ഉരുക്കി വെച്ചാൽ അത് ലോക്കാവും. പിന്നെ അവിടെ കുളത്തിടുക, ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ജംറിങ് കോർക്കുക. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ജംറിങ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് അതിൽ ഹുക്ക് ഇടുക. ഹുക്ക് ആദ്യം ചെയിൻ ഇടണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനില്ല. 2 വശത്തും ചെയിനിട്ട് ഹുക്ക് ഇട്ടുവെച്ചാൽ നെക്ലസ്സായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം.